മറ്റൊരു ഭീകരമായിട്ടുള്ള ഒരു ഗ്രഹമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ഒന്നാണ് ശനി മാറ്റം. ഇതാ നമ്മൾ യൂട്യൂബുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ശനി മാറുന്നു, ഇന്ന ഗ്രഹങ്ങൾ, ഇന്ന നക്ഷത്രക്കാർ ഇതാ പടുകുഴിയിൽ വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാർക്ക് ഇതാ ഭയങ്കര രാജയോഗം തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, നിങ്ങൾ കോടീശ്വരന്മാരും ആകും. ഇങ്ങനെ അവിടെയും ഒരു ഗ്രഹത്തിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. എന്നാൽ അങ്ങയെ പോലെയുള്ള ഒരുപാട് വ്യക്തികൾ അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ അവരുടെ ഭയത്തിനെ ചൂഷണം ചെയ്യാതെ അവരുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നവരുമുണ്ട്. അതിനെ കുറിച്ചിട്ട്, ശനിയെ കുറിച്ചിട്ടുള്ള കുറെ അധികം മിസ്കോൺസെപ്റ്റ്സ്, അതായത് തെറ്റിദ്ധാരണകൾ തിരുത്താൻ അങ്ങൊന്ന് സംസാരിക്കാം. ഉദാഹരണത്തിന് ഇപ്പോ കണ്ടകശനി, ഏഴാണ്ട ശനിയൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ശനി. അപ്പോ ഉദാഹരണത്തിന് ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന, ഉദാഹരണത്തിന് 10ല് ശനി നിൽക്കുകയാണ്, അത് 10 ശനിയാണ്, തുലാം രാശിയാണ്. അപ്പൊ അതിന്റെ ഫലം, അത് നെഗറ്റീവ് ഫലം എന്ന് പറയുന്നത് കേന്ദ്രാന്വിത ശനേതായ കലഹായസ പീഡനം, കേന്ദ്ര നിൽക്കുന്ന ശനിയില് കലഹം ആയസ പീഡനം, പുത്രമിത്ര കളത്രാണ് നാശം ക്ലേശഞ്ച സംഭവേൽ. മനസ്സിലായി കാണും. പുത്രമിത്ര കളത്രാണ് നാശം ക്ലേശഞ്ച സംഭവേൽ എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ഫലം. ഇനി അതുപോലെ തന്നെ കണ്ടകശനി പറയുമ്പോ ലഗ്നം 4-7-10 കേന്ദ്രബന്ധം, കണ്ടകോതാണ് ലഗ്നം 4-7-10 ശനി എന്നും. അപ്പോ അതും പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ശനിയാണ്, കണ്ടകശനിയാണ്. കണ്ടകശനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് രണ്ടാമത് പറയാം ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള നാശം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പൊ ഇത് കേട്ടത് അയാള് വരച്ചു പോകുന്നു. കാരണം ഇത്രയൊക്കെ കുറെ നഷ്ടങ്ങളൊക്കെ വരുമല്ലോ. പക്ഷെ ഈ പറയുന്ന തുലാം രാശിന്ന് 10ൽ നിൽക്കുന്ന ശനി ഒരു ശശമഹായോഗപ്രദനാണ്. അപ്പൊ അവിടെ പോസിറ്റീവ് ഫലം എന്താണ്? ശസ്ത്രസർവജനൈ സുഹൃത്യബലവാൻ ഗ്രാമാതിപോവാൻ നൃപോവാം. ശസ്ത്രസർവജനൈ എല്ലാ ജനങ്ങളും ബഹുമാനിക്കും. സുഭൃത്യബലവാൻ നല്ല ഭൃത്യനും നല്ല സ്വാധീനവും ഉണ്ടാകും. ഗ്രാമാതിപോവാൻ നൃപോവാം. ഗ്രാമം ഒരു സംഘത്തിന്റെയോ ഒരു സംഘം ആൾക്കാരുടെയോ നേതാവായിരിക്കും. അല്ലെങ്കിൽ ആ പറയുന്ന വന്നിരിക്കുന്ന വ്യക്തി ഒരു കൊച്ചു കുടുംബത്തിലുള്ള ആണെങ്കിൽ അവർക്ക് ആ കുടുംബത്തിനകത്തൊരു നേതാവാകാൻ പറ്റും. അപ്പൊ ഈ ഫലം പറയാതെ മറ്റു പറഞ്ഞ ആ നെഗറ്റീവ് ഫലം പറഞ്ഞു കൊടുക്കും, ആളുകൾ പേടിച്ചു. അപ്പൊ എന്നാൽ ആ വന്നിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് ഇങ്ങനെയാണ് 10ലെ ശനിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, വളരെയധികം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാമെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഈ ശനിക്ക് വേറൊരു കുഴപ്പമുള്ളത്, ബന്ധാലസോ അലസതയുണ്ടാകും. അലസത എന്ന് പറയുമ്പോൾ ഒരു മടി ഉണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ വർക്ക് ചെയ്തവർക്ക് ധനവും മറ്റുള്ള കാര്യങ്ങളും സ്വാധീനവും ഉണ്ടാകും. എന്നാൽ ഇത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ട ചോറ് നഞ്ചതാകും, ചെയ്തുകൊണ്ട് ജോലിയൊക്കെ ഇല്ലാതാകും. കാരണം ഉറങ്ങിയിരിക്കും, ജോലി പിന്നെ പോകുമല്ലോ. ജോലി പോകുമ്പോഴത്തേ ഊര് വിട്ട് അങ്ങനെ പോകും, പൈസയൊന്നും ഇല്ലാതെ വരും, കടക്കാരായി വരും, ഊര് വിട്ട് പോകേണ്ടി വരും, ഭർത്താവിനെ പിരിഞ്ഞിരിക്കേണ്ടി വരും, കടബാധ്യത വരും. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? അപ്പൊ ഈ പറയുന്ന പോസിറ്റീവ് ഫലം കാണാതെ മടിയന്മാരായിരിക്കുന്ന ഫലം ആണ് ഈ പറഞ്ഞ ഫലം ഉണ്ടാകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ ഹെൽമെറ്റിന്റെ കാര്യം. ഹെൽമെറ്റ് വെക്കാത്തവന്റെ മറ്റേ തല പൊട്ടിപ്പോകും. അപ്പൊ അതുപോലെ ഈ ആദ്യം ഈ പറയുന്ന നല്ല ഫലം പറഞ്ഞു കൊടുക്കാതെ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പേടിച്ചു പോകും. മനസ്സിലായില്ലേ? അതാണ്. എന്നിട്ട് അവിടെ പരിഹാരങ്ങളും ചെയ്യാം. അപ്പൊ ആദ്യം പോസിറ്റീവ് ഫലം പറഞ്ഞു കൊടുക്കുക, ഒരു മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമേ ആ വരുന്ന ആളിന് കുറച്ച് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ശനിയൊക്കെ ഉച്ചബലവാനായി കഴിഞ്ഞാൽ നല്ല നേതാവും ഭൃത്യനാകും എന്നൊക്കെയാണ്, കോൺട്രാക്ടർ ആകും, അല്ലെങ്കിൽ ഭൃത്യന്മാർ രാജാവാകുമെന്നൊക്കെയാണ് അതിനകത്ത് പറയേണ്ടത്. പിന്നെ ഈ ശനി പിന്നെ വേറൊരു കാര്യമുണ്ട്, ശനിക്ക് പിന്നെ നെഗറ്റീവ് ഉണ്ട്. കാരണം ഈ ആസിഡ് എത്രമാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാലും അതിന്റെ പോയിസൺ ലെവല് കുറയുമെങ്കിലും പൂർണ്ണമായി തീരൂല. അതുപോലെ ശനിയുടേതായ കേസ് വഴക്ക്, ചെറിയ രീതിയിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാവും. ശനിക്ക് വീഴ്ചയൊക്കെ പറയാം നമുക്ക്. പക്ഷെ ഇപ്പൊ ഒരാള് 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരാള്, 10 അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരാള്, ഇവർ തമ്മിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന പരുക്കിന് വ്യത്യാസമുണ്ട്. ശരിയാണല്ലോ? കാരണം 100 കിലോമീറ്റർ പോകുന്ന വേഗതയ്ക്ക് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഉപദേശം, ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ആചാര്യൻ പറഞ്ഞു വച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വാഹനം കൈകാര്യം ചെയ്യുന്നതും ഡോക്യുമെന്റ്സ് ഒപ്പിടുന്നതും ചെക്ക് ലീഫ് കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചോളണം. കാരണം ചില കേസുകളോ നിയമപരമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പരിഹാരമായ ശാസ്താവിന് നീരാജനമോ ഇങ്ങനെയുള്ള നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് കൊടുക്കാം. കാരണം നമ്മൾ പറയുന്ന ഒരു ദൈവവും ഇത്ര രൂപ തരണമെന്ന് ഒരു ദൈവവും ചോദിക്കൂല, ഒരു ദൈവങ്ങളും ചോദിക്കൂല. പക്ഷെ അവിടേക്ക് മനുഷ്യനാണ് ചോദിക്കുക. അപ്പൊ അയാളുടെ യഥാവിധി, യഥാശക്തി, അയാളുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ധനം നമുക്ക്
അല്ല ധനം ചെലവഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശനിദശയിൽ തന്നെ നമുക്ക് 7 ശനി, കണ്ടകശനിയൊക്കെ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തികം അനുസരിച്ച് ഒരു ഭൂമി കാരണം കടം വരുമെന്നാണ് അവിടെ പറയുന്നത്. കടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും. എന്തെങ്കിലും ഒരു കടം ഉണ്ടാക്കണം. എങ്ങനെ കടം ഉണ്ടാക്കണം? ഒരു വീട് വയ്ക്കുകയോ കുറച്ച് ഭൂമി വാങ്ങുകയോ ചെയ്യണം. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് പറയുന്ന കേട്ടില്ലേ, ഒരു ചില അമ്മമാരൊക്കെ ആളുകൾ പറഞ്ഞിട്ടില്ലേ, അവിടെ ഒരു ജ്യോത്സ്യനിരിക്കുന്നു, അയാള് പറഞ്ഞു ഭൂമി വാങ്ങിക്കാൻ പറഞ്ഞു, അതോടുകൂടി വാങ്ങിയതോടുകൂടി ഞാൻ കടക്കാരനായി തീരി എന്ന് പറയും. പക്ഷെ വീട് വയ്ക്കാനും ഭൂമി വാങ്ങിക്കാനും പറഞ്ഞത് ശരി തന്നെ. പക്ഷെ എത്ര രൂപയ്ക്ക് വാങ്ങണമെന്നൊന്നും പറഞ്ഞില്ല. കാരണം പറഞ്ഞിട്ടില്ല. അയാളുടെ ശക്തി അല്ലെങ്കിൽ അയാളുടെ ഭൂമി അനുസരിച്ച് അയാളുടെ ഇൻകം അനുസരിച്ച് വീട് വയ്ക്കാവൂ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതൊന്നും നമ്മളൊന്നും നമ്മുടെ അപ്പോഴത്തെ ബുദ്ധിയിൽ വരൂല. നല്ല രീതിയിലാവും, അതാവും, നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ എന്ന് പറയും. ഇവരെന്ത് ഈ കടം വാങ്ങിയൊക്കെ അങ്ങ് വാങ്ങും, അവസാനം അതും പോകും. അതാണ് യഥാർത്ഥം പറഞ്ഞ് 7 ശനി, കണ്ടകശനി. പിന്നെ അതുപോലെ തന്നെ ഇവര് തമ്മില് വിവാഹ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ 7 ശനി സമയത്ത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വിവേക ബുദ്ധി പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോയി അതിനകത്തും പരിഹാരം അവിടെ തന്നെയുണ്ട്. പരിഹാരം എല്ലാം നമ്മൾ തന്നെ കൊണ്ട് വേണം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഒക്കെ നമുക്ക് വ്യത്യാസമാകുമ്പോഴാണ് ഇതിനകത്തുള്ള പ്രശ്നം അതെ, ഉണ്ടാകുന്നത്. പിന്നെ അതെ. വേറൊരു അതായത് കാര്യമെന്ന് പറയുന്നത് പറഞ്ഞോളൂ. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, നമ്മുടെ സമൂഹത്തിൽ നിന്നാണ്. ഒരു നല്ല രീതിയിലുള്ള ഒരു മാതാവും പിതാവുമാണ് ഈ പറയുന്ന കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ കൊണ്ടുപോകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നല്ലൊരു കമ്പ്യൂട്ടർ വാങ്ങി, ഇന്ന് നിലവിലുള്ള ഏറ്റവും മുന്തിയ രീതിയിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളുടെ കൈ കൊണ്ടു കൊടുത്താൽ എന്ത് ചെയ്യും? അയാൾ അത് നശിപ്പിക്കും. എന്നിട്ട് കമ്പനിയെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കുടുംബത്തിനകത്ത് നല്ല രീതിയിലുള്ള ഒരു കീഴ്വഴക്കം ഉണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചു വരൂ. പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല. കാരണം അച്ഛനും അമ്മയും ഒരു സൈഡിൽ ഒരിടത്ത് മൊബൈലും, മറ്റുള്ളവരങ്ങനെയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാർട്ടൂണും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പണ്ടുള്ള ആചാരങ്ങളും ഒന്നുള്ള കാര്യങ്ങളും ഒന്നുമില്ല. അതിൽ നിന്നൊക്കെ ഒരുപാട് അകന്നകന്ന് പോയി എന്നുള്ള സന്ധ്യാനാമങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞതുപോലെ വരികയും അതിനുള്ള പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നമുക്കുണ്ടാകുകയും ചെയ്യും. മേഡം നമ്മുടെ വളരെയധികം കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഒരു ദശയാണ് ശനിയുടേത്. 19 അതെ, വർഷം എന്ന് തന്നെ പറയാം. 19 വർഷം. അപ്പം ഈ ശനിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ശനിയെ ശരിക്കും ജ്യോതിഷത്തിലെ ഒരു ഭീകര ഗ്രഹമായിട്ടല്ല, ഏറ്റവും അനുകൂലമായിട്ട് നമ്മുടെ അല്ലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതുപോലെ തന്നെ സോഷ്യൽ ഓർഡർ, ഒരു സാമൂഹിക നീതി ഉറപ്പാക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് അഥവാ ഒരു ന്യായാധിപനെ പോലെയൊക്കെയാണ് നമ്മൾ ശനിയെ ആചാര്യസ്ഥാനം കൊടുത്തിട്ടാണ് അല്ലെ ശനി അതെ, പതുക്കെ സഞ്ചരിക്കുന്നത് ആത്മീയ കൊണ്ട് കാരകനാണ്. ശനീശ്വരൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ് ശരിക്കും ശനിക്കുള്ളത്. അല്ലാതെ ഇങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കുന്നവൻ അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവൻ അങ്ങനെയൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ ഈ ഒരു നിയമങ്ങളൊക്കെ പാലിക്കാതെ പോകുന്ന വ്യക്തികൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. എന്നാൽ ഈ നിയമങ്ങളൊക്കെ പാലിച്ചു പോകുന്ന വ്യക്തികൾക്ക് ഈ ശനിയുടെ കാലഘട്ടത്തിൽ അവർ വളരെയധികം സ്മാർട്ടായിട്ട്, സ്ട്രോങ് ആയിട്ട്, അതായത് വളരെ ശക്തനും വളരെ ഭംഗിയായിട്ട് ജീവിതം കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങ് ശനിയെ അതെ, കുറിച്ചിട്ട് ഒരു നല്ലൊരു വിവരണം, ശനിയെ എന്ന് പറയുന്ന ആ ഒരു ഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ആചാര്യന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു തത്വം എന്താണ് എന്നുള്ളത് അങ്ങൊന്ന് വിവരിക്കാമോ? അത് പറഞ്ഞല്ലോ, ശനി എന്ന് പറയുന്നത് ആത്മീയകാരകനാണ്. ശനിദേവനാണ് അതിന്റെ ആചാര്യൻ എന്ന് പറയുന്നത്. ശനി ബലവാനായിരുന്ന പ്രേക്ഷജന ധനലാഭുയ, പ്രേക്ഷജനങ്ങൾ മൂലം നമുക്ക് ധനം കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ശനിദേവൻ എന്ന് പറയുന്നത് ഈ പറയുന്നില്ലേ, ചില ആളുകൾ അവരുടെ അനുഭവം കൊണ്ടാണ് ശനി പിടിച്ചുപോയി. എന്നാൽ ഈ ശനി ദശയില് ഒരുപാട് ഉയർന്ന് നല്ല സ്ഥാനമാനങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജോത്സ്യത്തിൽ ശനി ഭഗവാൻ ശാസ്താവിനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശനി എന്ന് പറയുന്നത് ലഗ്നാധിപനായി വരികയോ നല്ല സ്ഥാനങ്ങൾ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശനി നല്ല ഫലം നമുക്ക് തരും. അതെ, ശാസ്താവ് എന്ന് പറയുന്ന വാക്ക് തന്നെ പഠിപ്പിക്കുന്നവൻ എന്നാണ് അല്ലെ. പ്രത്യേകിച്ച് അതെ, ധർമ്മശാസ്താവ് എന്ന് പറയുമ്പോൾ ധർമ്മം പഠിപ്പിക്കുന്നവൻ. അതുകൊണ്ട് അതെ, തന്നെയാണ് നമ്മള് അയ്യപ്പ സ്വാമിയെ എല്ലാം ഈ ഒരു ശനി കാലഘട്ടത്തിൽ ഉപാസിക്കണം എന്ന് തീർച്ചയായും. പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യവും. ആ, അതുപോലെ തന്നെ മറ്റൊന്ന്, രാഹു കേതുക്കളെ കുറിച്ചിട്ട് ഉള്ള കുറെ തെറ്റിദ്ധാരണകളുണ്ട് അല്ലെ. സർപ്പദോഷം എന്നൊക്കെ ആ, പറഞ്ഞിട്ട് ചില ആചാര്യന്മാരെ
പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അതായത് ജ്യോതിഷാചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളതിന്റെ അപ്പുറം പോയിട്ട് സർപ്പദോഷത്തിനെ വല്ലാത്ത രീതിയിലൊക്കെ വിവരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പല രീതികളും ഉണ്ട്. യഥാർത്ഥത്തിലുള്ള ഈ സർപ്പദോഷം എന്നുള്ളതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിവരണം അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോ ഈ സർപ്പദോഷം അത് പ്രശ്നത്തിൽ വരുന്ന ഒരു വിഷയമാണ്, ജാതകത്തിനകത്തില്ല. അത് ഈ പറയുന്ന രാഹു പ്രത്യേക സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ സർപ്പദോഷമുണ്ട്. അതായത് എങ്ങനെ സർപ്പദോഷം പ്രശ്നത്തിൽ വരാൻ കാരണം ചിത്രകൂടം മുടക്കുക, പുറ്റുടയ്ക്കുക, സർപ്പങ്ങളെ കൊല്ലുക, ചുടുക, കാവ് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വരുമ്പോഴാണ് സർപ്പദോഷം എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രശ്നവശാല് പലയിടത്തും നമുക്കത് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു പ്രയോഗത്തിന് അത് പ്രശ്നവശാൽ നമ്മുടെ ഈ പറയുന്ന പാരമ്പര്യമായി, കാരണം പാമ്പിന് ആയിരം മത്സരം ആയുസുണ്ടെന്നാണ് പറയുന്നത് പാമ്പിന്. അപ്പൊ അതിൽ 500 വർഷം ആവുമ്പോൾ ഇതിന്റെ സമ്പാദ്യങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് മുകളിലോട്ട് പോകുമെന്നും സൂര്യമണ്ഡലത്തിൽ എത്തുമ്പോൾ കത്തിയൊക്കെ പോകുമെന്നും ആ ഭസ്മം വീഴുന്ന പ്രദേശമാണ് നമ്മളെ കേരളത്തിൽ പാമ്പുകാവെന്ന് ചൊല്ലുന്നു വിശേഷത എന്ന് പറയുന്നു. കേരളത്തിലെ നാഗകാവുകൾ കേരളത്തിലാണ് പരക്കെ കാണപ്പെടുന്നതെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ പൊതുവിൽ ഇത് അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാര്, അതായത് ഒന്നും പഠിക്കാത്ത കുറെ ആൾക്കാര് ജാതകം കൊണ്ടുപോകുന്ന പോലെ ഇതിനകത്ത് നിങ്ങൾക്ക് നാഗദോഷമുണ്ട്, അതുകൊണ്ട് പരിഹാരം ചെയ്യണമെന്ന്. യഥാർത്ഥത്തിൽ ഈ രാഹുവും എന്താണ് മനസ്സാണ്, അതായത് കുളീരകോ മേഷം ദശരാഹു, കുളീരം, കുളീരം മേഷം, ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിലെ മൃഗവതി, വൃഷകന്യ, സിംഹരാശി, ഇടവരാശി, ഇങ്ങനെയൊക്കെ രാഹുന്ന് കഴിഞ്ഞാൽ നല്ല ഫലം പറഞ്ഞിട്ടുണ്ട്, ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊന്നും കണക്കാക്കാതെ ഇനി നാഗദോഷമുണ്ട് അതിന് പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളുമുണ്ട്. രാഹു എന്ന് പറയുന്നത് കുറെ അസുഖത്തിന്റെ ആൾക്കാരാണ്. രാഹു എന്താണ് ഈ ശനിവത് രാഹു കുജവത് കേഹു എന്ന നിയമം അനുസരിച്ച് രാഹുവിന്റെ ഫലം ശനിയെ പോലെ പറയണമെന്നും പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അത് യഥാർത്ഥ ഈ പ്രശ്നത്തിലാണ് ഈ പറയുന്ന നാഗദോഷവും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് പറയുന്നത്. അപ്പോ ഈ പറയുന്ന പലയിടത്തും നമുക്കത് അനുഭവത്തിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന് പരിഹാരമായിട്ട് അതെ, ഈ രാഹുവായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജനിതകമായിട്ടുള്ള ദോഷങ്ങൾ, അതായത് ഹെറിഡിറ്ററി ഡിസീസസ് അല്ലെ, അതായത് ജനിതകമായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള പല രോഗങ്ങളെയും നമ്മൾ ഈ രാഹുവിനെ കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ ജനിതകമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സർപ്പദോഷം എന്ന് പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കുന്നതെന്ന് പലപ്പോഴും നമുക്കറിയാം. പ്രത്യേകിച്ചും തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങള്, അതുപോലെ തന്നെ പാരമ്പര്യ രോഗങ്ങള് ഒക്കെ നമ്മൾ രാഹുവിനെ കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അതിന്റെ ഒരു DNA ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പാമ്പിനെ പോലെയാണ് ഇരിക്കുന്നത്. ആ ഒരു തരത്തിലാണ് നമ്മൾ ശരിക്കും ശാസ്ത്രീയമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് ഈ രാഹുവിന് പറയുന്നത് തനുതാപ എന്ന് പറയുന്നു. ഈ രാഹു ദശാ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ശരീരം ഭയങ്കര ചൂടലായിരിക്കും. ചൂട് വരുമ്പോൾ വിണ്ട് കീറുക പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അടുത്ത് പറയുന്നു കുഷ്ഠരോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. രാഹുദശ വരുന്ന സമയത്ത് അനിഷ്ടങ്ങളായ ഗ്രഹങ്ങൾ വരികയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരികയോ ചെയ്താൽ കുഷ്ഠരോഗം ഉണ്ടാകും, ലെപ്രസി. അതിന്ന് അതിനല്പം കൂടെ നമ്മള് ശാസ്ത്രീയ, കാരണം ലെപ്രസി കുഷ്ഠരോഗമൊന്നും ഇന്നില്ല, നിർമ്മാർജ്ജനം ചെയ്തു, അതൊക്കെ പോയല്ലോ. പകരം സ്കിൻ ഡിസീസ്, ഈ സോറിയാസിസ് പോലുള്ള കാര്യങ്ങൾ, തനുതാപ, വിഷമവ്യാധി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അസുഖങ്ങൾ ചേർന്നിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള അസുഖങ്ങൾ അതായത് ചുരുക്കി പറഞ്ഞാൽ ഫുഡ് പോയിസൺ എന്ന് പറയാം. മെഡിക്കൽ സയൻസുകാർക്ക് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ, നമ്മൾ പറയില്ലേ സയൻസിൽ ഇതൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അസുഖങ്ങൾ. വിഷം കൃത്രിമം, അതായത് കൃത്രിമ വിഷമായിട്ടുള്ള അസുഖങ്ങൾ, കൃത്രിമമായിട്ടുള്ള വിഷങ്ങൾ കഴിച്ചിട്ടുള്ള അസുഖങ്ങൾ. ഉദാഹരണത്തിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക, അസമയത്ത് ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അസുഖങ്ങൾ. ഇത് പാതാർത്ഥം കാലിന് വെടിപ്പ് ഇങ്ങനെ ഉണ്ടാകുക, പിശാചപന്ന ഭയം, പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടുത്തെ പിശാച് നമുക്ക് പേടിക്കേണ്ട മനുഷ്യ പിശാചുകളെയാണ്. അപ്പൊ ഈ രാഹു ദിശയില് നമുക്ക് മറ്റുള്ള ദുഷ്ടരായ ആളുകളുടെ അസുഖം ഉപദ്രവം ഉണ്ടാകും. പിന്നെ പന്നക ഭയം, ഇഴഞ്ഞു നടക്കുന്ന ജീവികൾ, അതായത് പാമ്പ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതൊക്കെ രാഹുദശയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷിതിപ, ചോര, കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. കള്ളന്മാരുടെ ഉപദ്രവം എന്ന് പറയുമ്പോൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈമോശം വരിക, അടുത്ത് വിഷത്തിൽ നിന്ന് അസുഖങ്ങൾ ഉണ്ടാകുക,
ഈ അതുപോലെ ഇന്ന് വിഷം എന്ന് പറയുമ്പോൾ ഉദാഹരണം സ്വയം ചികിത്സയൊക്കെ വിഷയത്തിൽ പറയാം. ഇന്ന് ആളുകളെല്ലാം സ്വയം ചികിത്സയാണ്. പിന്നെ കറണ്ട്, തീയ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൂടുവെള്ളപ്പിഴുക. സാറേ ഗൂഗിള് നോക്കിയിട്ടുള്ള ചികിത്സയാണ്. ഗൂഗിൾ ഡോക്ടർ അതെ ആണല്ലോ. തന്നെ സ്വയം ചികിത്സ. അതെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വിഷ വിഷ അഗ്നിശസ്ത്രക്രിയയും ശസ്ത്രം, ഓപ്പറേഷൻ, ശരീരം മുറിയുക, പിന്നെ സന്താന ക്ലേശങ്ങൾ, പിന്നെ മനസ്സിനകത്തൊരു ഇളക്കം, വിഭ്രമം, ബന്ധുനാശം, നീചാപമാനം, അതിക്രമതോ അപവാദം, നീചന്മാർ, മോശമായ ആളുകൾ നമ്മളെ അപമാനപ്പെടുത്തുക, വഴി തടഞ്ഞു നിർത്തുക. ഈ പറയുന്ന ഫലങ്ങളെ അതിന്റെ രീതിയിൽ വേണ്ട രീതിയിൽ വിശദീകരിക്കാതെ പേടിപ്പെടുത്തി ആളുകളിൽ നിന്നും ക്യാഷുകൾ ഉണ്ടാക്കും. ഭാര്യാതനൂജാപതം എന്നാണ്. ആയിരിക്കും മക്കൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ ഈ രാഹുവിന് തന്നെ രാഹു പാമ്പാണ്, പാമ്പ് കയറാണ്. അപ്പോ എന്ത് ചെയ്യുന്നു? കയറ് നിമിത്തമുള്ള അപകടങ്ങൾ. ഉദാഹരണത്തിന് ഈ നമ്മുടെ ഇപ്പോഴുള്ള ലേഡീസുകളെല്ലാം വണ്ടി കയറി നിന്നിട്ട് എന്ത് ചെയ്യുന്നു? ഷോളൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ സാരി ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. അപ്പൊ ഈ എന്ത് ചെയ്യും? ഈ വീലിൽ കയറി ചുറ്റി അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാം. പിന്നെ കയർ നിമിത്തമുള്ള അപകടങ്ങൾ, ഇതൊക്കെ രാഹു ദശയിൽ നമുക്ക് പറയാം. എന്നാൽ ഈ രാഹുവിന് സ്വയം പ്രകാശിക്കാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ സ്വയം ഫലം തരാനുള്ള ഒരു കഴിവ് ഈ രാഹുവിനില്ല, കേതുവിനുമില്ല. അപ്പൊ ഈ രാഹുവിനോട് ഏതൊക്കെ ഗ്രഹമാണോ കോണ്ടാക്ട് ആകുന്നത് അവരുടെ ഫലം കിട്ടും. ഉദാഹരണത്തിന് വ്യാഴം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും കടുപ്പമുള്ള ഒരു ചായയിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ആ കടുപ്പം നമുക്ക് അനുഭവപ്പെടൂല. ശരിയല്ലേ? കുറച്ച് അങ്ങനെ ഈ പറയുന്ന ഫലങ്ങൾ അതിന്റെ തോത് കുറയും, അനുഭവത്തിൽ കുറയും, ഒരുപാട് കുറയും. എന്നാൽ ചൊവ്വയോ മറ്റുള്ള ശനിയോ വരുമ്പോ ഈ പറഞ്ഞ ഫലങ്ങൾക്ക് ആക്കം കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് സൗമ്യമായി ഇതിനെ വിശദീകരിച്ചു കൊടുത്താൽ നമുക്ക് ഓക്കെ ആവും. ഇപ്പൊ ഇതൊന്നും നമ്മളൊന്നും പറഞ്ഞു കൊടുത്താലൊന്നും അവർ കേൾക്കുമെങ്കിലും അടുത്ത ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പിന്നെ അതിന്റെ പറയുന്നു പോകും. കാരണം ആളുകൾക്ക് കുറെ പൈസ ഇന്ന് തീർക്കണം. അത്രയും ക്യാഷ് അവർക്ക് തീർത്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്നുള്ള ആളുകളാണ് ഇന്നുള്ളത്. തീർച്ചയായിട്ടും. സാധാരണ ജ്യോതിഷവും നേരിടുന്ന വലിയൊരു ചോദ്യമാണ്, ഹിന്ദുക്കള് മാത്രമാണല്ലോ ഈ ജ്യോതിഷം നോക്കുന്നത്, മറ്റുള്ളവരാരും ഇത് നോക്കുന്നില്ല, മറ്റു രാജ്യങ്ങളിലുള്ളവരാരും ഇതൊന്നും നോക്കുന്നില്ല, അവരൊക്കെ വളരെ സുഖകരമായിട്ട് ജീവിക്കുന്നു, അവരുടെയൊക്കെ ജീവിതങ്ങളിലും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തില് എല്ലാ കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ മനുഷ്യ പിശാചുക്കള്, അതായത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള ഉപദ്രവങ്ങള്, പറ്റിക്കപ്പെടല്, കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്ത അവസ്ഥകള്, അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ബന്ധുനാശങ്ങള്, മറ്റ് പല രീതിയിലുള്ള അപകടങ്ങള്, സ്കിൻ ഡിസീസസ്, രോഗങ്ങള്, ദാരിദ്ര്യം, ധനനഷ്ടം, ബിസിനസ് പരാജയങ്ങള്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ലോകത്ത് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടുള്ള ദോഷമാണോ അതോ ഗുണമാണോ? അതാണ് നമ്മൾ ഹിന്ദുക്കൾ നോക്കുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്നത്. പകരം ഇന്ന് പലപ്പോഴും അതൊരു ദോഷമായിട്ടുള്ള രീതിയിൽ മാത്രം അതിനെ നോക്കിക്കാണുകയും അതിന്റെ ഗുണഫലങ്ങള്, ജ്യോതിഷം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഗുണഫലങ്ങള് അത് ശരിക്കും ഉപയോഗിക്കാൻ ഈ ജ്യോതിഷം നോക്കുന്നവർ പോലും ശ്രമിക്കാത്തത് ഒരു പ്രശ്നമായിട്ട് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങേക്ക് ഇങ്ങനെ ഈ നോക്കുന്നവരോടും നോക്കാതിരിക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? ജ്യോതിഷം നോക്കുന്നവരോടും അതുപോലെ തന്നെ ജ്യോതിഷം നോക്കാതെ ജീവിക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? അതിപ്പോ വേണ്ട, അതൊരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. അപ്പൊ ഒരാള് എന്ത് ചെയ്യുന്നു? അവരുടെ ഇഷ്ടം അനുസരിച്ച് നല്ലൊരു ജീവിത രീതി അവർ തിട്ടപ്പെടുത്തുന്നു. മറ്റുള്ളതാണ് അത് നമുക്ക് അതിനകത്തൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോ കമ്പനിക്കാർ പറയും പോലെ എന്റെ വണ്ടി നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിയാൽ മതി, നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ ഈ ജ്യോതിഷം പറയുന്നവർ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റൂല. അത് അവരുടെ ഇഷ്ടമാണ്. അത് വഴിക്ക് അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്ത് അതെ, അല്ല സാറേ, ഞാൻ ചോദിക്കുന്നത്, ഹിന്ദുക്കള് ജ്യോതിഷം നോക്കുന്നു, അത് അവരുടെ ഇഷ്ടമാണ്, അവർ നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ അവര് നോക്കുന്നതിന് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ ഹിന്ദുക്കളെ മാത്രം നോക്കുന്നുണ്ട്, ഹിന്ദുക്കൾ അതിന്റെ ഗുണമോ ദോഷമോ എന്താണെന്ന് വെച്ചാൽ അവരത് അനുഭവിച്ചു കൊള്ളട്ടെ. ഈ മറ്റുള്ളവരെ അതിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, ജ്യോതിഷത്തിനെ ആക്രമിക്കേണ്ട ആവശ്യമില്ല. അത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ കാര്യങ്ങൾ ഇടപെടുക എന്നത്. അത് മനുഷ്യന്റെ ഒരു ഇതായിപ്പോയി. കാരണം മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു, സ്വന്തം കാര്യം തിരുത്താതെ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ആളുകളല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മുടെ ഒരു സ്വഭാവമായി മാറിപ്പോയി. എന്നാൽ ഇതിൽ വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു സത്യമുണ്ട്. അങ്ങ് ഒരു ജ്യോതിഷി ആയതുകൊണ്ട് തന്നെ അത് അങ്ങേക്ക് നേരിട്ട് അനുഭവം ഉള്ളതായിരിക്കാം.
ഞാൻ ജ്യോതിഷ വിദ്യാർത്ഥിയായി ഇരിക്കുന്ന കാലം മുതൽ ഇപ്പോഴും വരെയും ഇന്നും അങ്ങനെ തന്നെയാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും എന്റെ അടുത്ത് വരുന്ന ഒരുപാട് വ്യക്തികള് 90% നോക്കിക്കഴിഞ്ഞാൽ അഹിന്ദുക്കളാണ്. ഇത് തന്നെയല്ലേ മിക്ക ജ്യോതിഷികളും സാധാരണ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ? നമ്മൾ ഒരുപാട് അഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികൾ, നമ്മൾ വിചാരിക്കും അവർ വളരെ തീവ്രമായിട്ടുള്ള മതാചാരങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുന്ന വ്യക്തികളാണ് ജ്യോതിഷം നോക്കാൻ എത്തുന്നത്. എന്നാൽ ഇതേ ചില സമുദായങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ജ്യോതിഷത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് അതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈന്ദവപരമായിട്ടുള്ള എല്ലാത്തിനെയും, പ്രത്യേകിച്ചും വേദാംഗങ്ങളിൽ ഒന്നായിട്ടുള്ള ജ്യോതിഷത്തിനെ ലക്ഷ്യം വെക്കുമ്പോൾ അത് ശരിക്കും ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഹിന്ദുവിന്റെ ശാസ്ത്രങ്ങളെയും തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണെന്ന് അനുഭവത്തിൽ പറയാൻ സാധിക്കും. അങ്ങേക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? അതെ, അതിനെ തകർക്കാൻ നിൽക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. കാരണം ഇപ്പൊ എന്റെ അടുത്ത് ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അവര് വരുന്നുണ്ട്. പക്ഷേ അവര് വരുമ്പോ ഓപ്പൺ ആയിട്ട് അവര് വരൂല. കാരണം അവരുടെ മതത്തിന്റെ ചട്ടക്കൂടിനെ ഭയന്നേ അവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവര് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുത്താൽ അവര് പറയുന്നത്, സാറേ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാം, പക്ഷെ സ്വന്തം നാട്ടിൽ പറ്റൂല, ദൂരോട്ട് എവിടെയെങ്കിലും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അവര് പ്രസാദം വാങ്ങുകയും ചെയ്യും. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്നത് പോലെ ക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തിയാൽ അതിന്റെ പ്രസാദം പോലും വാങ്ങാറില്ല. അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവിടുത്തെ ആ ആചാര്യനെ ചെന്ന് കാണുന്നു, ഒരു വർഷത്തേക്ക് പൂജ ബുക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. അവരത് അവിടെ ചെയ്യുന്നു. ഇതിന്റെ പ്രസാദം പോലും വാങ്ങാൻ വരില്ല. യഥാർത്ഥം പറയുന്നത് എന്താണ്? നവൈദേവ അശ്നന്തി പിബത്തേത ദേവ അമൃതം ദൃഷ്ട്വാ തൃപ്പന്തി എന്നാണ്. അതായത് ദേവന് മുൻപിൽ പായസം അല്ലെങ്കിൽ പായസം, പാല, ഇങ്ങനെയുള്ള നിവേദ്യ സാധനങ്ങൾ കൊണ്ടുവച്ചാൽ ദേവന് തിന്നുകയില്ല, കുടിക്കുകയുമില്ല. പക്ഷേ ദൃഷ്ടന്ത്വാ, അത് എന്ത് ചെയ്യുന്നു? ദേവനത് കാണുന്നു എന്നാണ്. ആ കാണുകയും അത് ഭഗവാൻ ഇഷ്ടപ്പെടുകയും അതുവഴി നമുക്ക് അനുഗ്രഹം കിട്ടുകയും ചെയ്യുന്നു. ഈ നിവേദ്യം നമ്മൾ വാങ്ങണമെന്നാണ് ഇത് നമ്മുടെ ആളുകൾ വാങ്ങാറില്ല. എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല, അവർക്ക് നല്ല വിശ്വാസം ഉണ്ടാകുകയും ആ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുകയും ചെയ്തു. ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് പറയേണ്ടത്, ഈ ജ്യോതിഷമൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴേ, ഇപ്പൊ ഒരു രോഗി അതായത് ഒരു ജോത്സ്യന്റെ അടുത്ത് പോയാലും ഒരു ഡോക്ടറെ അടുത്ത് പോയാലും ആരെ അടുത്ത് പോയി കഴിഞ്ഞാലും അയാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അത് ഫലിക്കുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോ രോഗിയുടെ വിശ്വാസം, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടൊപ്പം രോഗിക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാറും. അപ്പൊ അതുപോലെ നമ്മൾ ഈ പറയുന്ന ആൾക്കാര് വിശ്വാസപൂർവ്വം വരികയും അവരത് പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം ഇതിനകത്തുള്ളത്, ഒരു പരിധിവരെയൊക്കെ മൂഢന്മാരാകാൻ നിന്നു കൊടുക്കുന്ന നമ്മുടെ ആളുകൾ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അന്ധവിശ്വാസത്തിലൊക്കെ ഒരുപാട് ആഴ്ന്നുപോയി അതുകൊണ്ട് ഉള്ള ധനമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഇവര് തന്നെയാണ് ചീത്തയും വിളിച്ചുകൊണ്ട് നടക്കണം. മനസ്സിലായല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വിശ്വാസം മറ്റുള്ള മതക്കാർക്ക് വിശ്വാസം കൂടുകയും നമ്മുടെ ആൾക്കാർക്ക് വിശ്വാസം കുറയുകയും ചെയ്യുന്നു. അത് ഒരു പരിധി വരെ മറ്റുള്ളവരുടെ സമ്പർക്കമാണ്. ഈ രാഹുവിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഹു എന്ന് പറയുന്ന ഗ്രഹം ഒരു പൂജാരിയോട് കൂടുകയാണെങ്കിൽ, രാഹു ദശ വന്ന ഒരാള് അയാൾ ഒരു നിരന്തരം ഒരു പൂജാരിയുമായിട്ടാണ് സമ്പർക്കമെങ്കിൽ അയാൾക്ക് പൂജാകാര്യങ്ങൾ താല്പര്യമുണ്ടാകും. ഒരു സ്പോർട്സ്മാനുമായിട്ടാണ് അതിൽ താല്പര്യമുണ്ടാകും. പിന്നെ ഒരു കള്ളനുമായിട്ടാണ് താല്പര്യമുണ്ട്, മോഷണക്രിയ താല്പര്യമുണ്ടാകും. അതാണ് ഈ രാഹു ദശയുടെ പ്രത്യേകത. കാരണം രാഹുവിന് സ്വയം തരാനുള്ള കഴിവില്ല. അതുപോലെ നമ്മുടെ ആളുകൾ ആരുമായിട്ടാണോ കൂടുതൽ സമ്പർക്കം ഉണ്ടാകുന്നത്, നല്ല വ്യക്തികളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നവർക്ക് നല്ല ഫലവും, ചീത്ത വ്യക്തികളുമായിട്ട് ചീത്ത ഫലവും തരും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഫലവും. പൊതുവുള്ള ആളുകൾ അങ്ങനെയാണ്. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അത് കാരണം നമ്മള് ഇന്ന് ഹിന്ദു സമൂഹം നേരിടുന്ന ജ്യോതിഷത്തിന്റെ പേരിൽ ജ്യോതിഷികളും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രവും അതുപോലെ തന്നെ ജ്യോതിഷം നോക്കുന്നവരും ഒരുപാട് പരിഹസിക്കപ്പെടാൻ കാരണമാകുന്നതും അവര് പോയി കൂട്ടുകൂടുന്നത്, അല്ലെങ്കിൽ അവര് ബന്ധപ്പെട്ട് ഈ ജ്യോതിഷത്തിന്റെ ഗുണഫലം എന്ന് അവർ കരുതി സ്വീകരിക്കുന്നത് മിക്കവാറും തന്നെ അത് ശരിയാവണ്ണം പഠിക്കാത്തവരിൽ നിന്നായതുകൊണ്ട് തന്നെയാണ്. അവർക്കൊപ്പം അവർ മുഖേന മറ്റുള്ളവരും ഈ നോക്കുന്നവരും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രവും പഴി കേൾക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങ് നേരത്തെ പറഞ്ഞ പരിഹാര ക്രിയകൾ അങ്ങ് തന്നെ വ്യക്തമാക്കി. എന്താണ് ദേവന് മുന്നിൽ നമ്മൾ ഒന്ന് സമർപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വഴിപാടുകൾ
കഴിപ്പിക്കുമ്പോൾ ദേവൻ അത് കാണുന്നു എന്നും നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുമുള്ള ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിന് ശക്തി നൽകുകയും ആ മനസ്സ് തന്നെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോണുകൾ പുറപ്പെടുവിക്കുകയും അതുപോലെ തന്നെ ആ ഹോർമോൺസ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും നമുക്ക് ഊർജം നൽകുകയും അങ്ങനെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം. എന്നാൽ അതുപോലെ തന്നെ അന്ധമായിട്ട് ചെന്നിട്ട് എന്തും അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അത് ദേവൻ മാത്രം പ്രസാദിച്ച് നമ്മുടെ ദോഷം മാറ്റുന്നു എന്ന് കരുതിയിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടൊരു പ്രക്രിയ എന്താണെന്ന് മനസ്സിലാകാതെ ചൂഷണം ചെയ്യപ്പെടുന്നുമുണ്ട്. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയി വലിയ വലിയ പൂജകൾ ചെയ്താൽ മാത്രമേ എന്റെ ദോഷം മാറൂ എന്ന് കരുതി അങ്ങനെ പോയിട്ട് ഒരുപാട് പണനഷ്ടം ഉണ്ടായിട്ട് ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടിയില്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളെ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയും കാണാറുണ്ട്. അപ്പോ ഇതൊന്നുമല്ലാതെ അവരുടെ മാനസികമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു കൗൺസിലിംഗ് ആണ്, പ്രബോധനമാണ്. ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പ്രബോധനമാണ്. അത് മനസ്സിന് ആശ്വാസം നൽകുന്നതായിരിക്കണം. മനസ്സിന്റെ തന്നെ ചില പൊട്ടൻഷ്യൽസ് ഉണ്ട്, ഫാക്കൽറ്റീസ് ഉണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തി അവരവര് തന്നെ ആ ഒരു ഫലം മാറ്റിയെടുക്കാൻ കഴിവുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പം പരിഹാരം എന്ന് പറയുന്നതിനെ അങ്ങയെ സംബന്ധിച്ച് അതിനെ ഒന്ന് ശാസ്ത്രീയമായിട്ട് വിവരിക്കാമോ? ഇപ്പോ പരിഹാരക്രിയകൾ എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരാളിന്റെ കഴിവനുസരിച്ചാണ് നമ്മൾ പരിഹാരക്രിയകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ദിവസ വരുമാനം 100 രൂപ ഇല്ലാത്ത ഒരാള് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായല്ലേ? ഇപ്പോ അതുകൊണ്ട് നമ്മൾ ആ പരിഹാരക്രിയകളെന്ന് ഉദ്ദേശിക്കുന്ന ഉദാഹരണത്തിന് ഹോമം, സ്വർശന ഹോമം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദേവീ നിക്ഷേപ, ഗണനാഥ ഹോമ, ഭാഗ്യമുഹൂർത്ത, പ്രസൂക്ത ജാപ, ആപത്ത് നിവർത്തി, നദാന്യവർത്തി. അപ്പോ ഹോമവും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഐശ്വര്യവും ശ്രേയസ്സും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നടത്തിയിട്ട് നമ്മൾ കയറി ഉറങ്ങിക്കൊണ്ടിരുന്നാൽ പറ്റൂല. നമുക്കൊരു എനർജി തരാൻ വേണ്ടിയുള്ള പൂജകളാണ് ആ ഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഒരു എമൗണ്ടോ മറ്റുള്ള കാര്യങ്ങളോ പറയുന്നില്ല. അവന്റെ ശക്തിക്ക് അനുസരിച്ചാണ് അവൻ ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലൊരു കൗൺസിലിംഗ് നമുക്കുണ്ടാകും. അതൊക്കെയാണ് ഈ പരിഹാരക്രിയക്കകത്ത് വരുന്നത്. പക്ഷെ ഇപ്പോ 1 സെന്റ് സ്ഥലമുള്ള ഒരാളിന് ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന് പറ്റും. കാരണം അയാൾ 1 സെന്റേ ഉള്ളൂ. അപ്പൊ അയാളുടെ ക്യാഷ് എങ്ങനെയാ അതുപോലെയാണ് പരിഹാരം നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യില്ല, മറ്റുള്ളവരത് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനുള്ള വിശ്വാസം നമുക്ക് പോകുന്നുണ്ട്. ഹോമം, സോഴ്സ് ഇങ്ങനെയുള്ള കുറെ പൂജകൾ അതിനകത്ത് വരുന്നുണ്ട് ബേസിക്കലായിട്ട്. അപ്പൊ അതിനുള്ള ആരും നിൽക്കാറില്ല. ഈ പറയുന്ന മറ്റുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കാതുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പോകാനുള്ള ഒരു കാരണം. എനിക്കത് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു പരിഹാര ക്രിയ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പരിഹാര ക്രിയ കൊണ്ട് ലക്ഷ്യം വെക്കുന്ന മാനസികമായിട്ടുള്ള ധൈര്യവും ഊർജവും അവർക്ക് കിട്ടുന്നില്ല. അഥവാ അതിനു വേണ്ടി ഇത് ചെയ്യിപ്പിക്കുന്നവർ അതിന് ശ്രമിക്കുന്നില്ല. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. ഇപ്പം മനഃശാസ്ത്രത്തിൽ പറഞ്ഞാല് കെത്താർസിസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. അതായത് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാധ്യമത്തിനോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നു. ഇത് തന്നെയാണ് ചില മതസ്ഥരില് നമ്മള് കുംഭസാരം എന്നുള്ള രീതിയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം ആ ഒരു ആശ്വാസം ഇവിടെ ഒരു പ്രബോധകന് കൊടുക്കാൻ പറ്റുന്ന ഒരു ആശ്വാസം ഈ ഒരു കെത്താർസിസ് ഇഫക്റ്റിൽ കൂടി ഒരു വ്യക്തിക്ക് കിട്ടുകയാണ്. ഇത് തന്നെയാണ് ജ്യോതിഷിയുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയും പ്രതീക്ഷിക്കുന്നതും. അതിന് വേണ്ടുന്നതായിട്ടുള്ള പരിഹാര ക്രിയകൾ പറഞ്ഞ് അവരെ ശാക്തീകരിക്കുകയും ചെയ്യണം. മാനസിക ഊർജം നൽകി അവരെ ശാക്തീകരിക്കുകയാണ് ഇവിടെ പരിഹാര ക്രിയകളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ യഥാശക്തി അവരവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരവരുടെ വരുമാന മാർഗങ്ങളിൽ നിയന്ത്രിതമായിട്ടുള്ള രീതിയിലുള്ള പരിഹാര ക്രിയകളായിരിക്കണം അവർക്ക് നിർദ്ദേശിക്കുന്നത്. അതിനു പകരം അവരുടെ സാമ്പത്തിക നിലയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അവരുടെ കൊക്കിൽ ഒതുങ്ങാത്ത വിധമുള്ള പരിഹാരങ്ങൾ നൽകുമ്പോൾ അവർക്ക് ആശ്വാസമല്ല കിട്ടുന്നത്, പകരം ധനനഷ്ടവും ഉണ്ടാകുന്നു. അവരുടെ മനസ്സ് ശാക്തീകരിക്കാത്തത് കൊണ്ട് അവർക്ക് ഉദ്ദേശിച്ച ഫലവും കിട്ടുന്നില്ല. ഇതല്ലേ ഇന്ന് കണ്ടുവരുന്നത്. തീർച്ചയായും നമുക്ക് ഉദാഹരണത്തിന് ഗണപതി ഹോമം തന്നെ ഒരുപാട് ക്യാഷും നല്ല ഇതൊക്കെ മുടക്കുകയും ചെയ്യാം, ലഘുവായിട്ടും ചെയ്യാം, സോഴ്സിനും അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പരിധിവരെ ആളുകൾ തന്നെയാണ് അതിനകത്ത് പ്രശ്നം. എനിക്ക് അത്രയും ചെയ്താലേ തീരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ പൂജയിലൊക്കെ ഫലസിദ്ധി ഉണ്ടാകില്ല എന്ന് പറയുന്നില്ല. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പൂജയ്ക്ക് നമുക്ക് ഐശ്വര്യവും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും തന്നെയാണ്. പൂജ കൊണ്ട് നമുക്ക് മാനസികമായ ഉന്മേഷവും ഒക്കെ ഉണ്ടാകും. അത് ശരി തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ,
നമ്മുടെ ആൾക്കാര് അതിനെ വേണ്ട വിധം പ്രയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പൂജ നടത്തുന്ന സമയത്ത് അവര് ഈ സ്ഥലത്ത് ഇരിക്കാറില്ല. എനിക്ക് പോയിട്ടുള്ള പലയിടത്തും അറിയാം, പോറ്റിമാര് ഒരു സ്ഥലത്ത് നിന്ന് പൂജ നടത്തിക്കൊണ്ടിരിക്കും, ഇവര് ഈ പൂജ നടത്തിക്കുന്ന ആൾക്കാര് എവിടെയെങ്കിലും കഥയും പറഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാകൂല. നമ്മളാ പൂജാ സ്ഥലത്ത് തന്നെ അവരുണ്ടായിരിക്കണം, ആ ഒരു ഭക്തി ഉണ്ടാകണം, ആ നല്ല ആചാര്യന്മാർ പറഞ്ഞു തരുന്ന നാമങ്ങൾ ഉച്ചരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ ഉച്ചരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണം അതിനകത്തുണ്ടാവും. പകരം ഈ പറഞ്ഞില്ലേ, ഗണപതി ഹോമം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ പൂജ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് മരുന്ന് ചേരുമ്പോഴാണ് കുഴപ്പം. അതാണ്, അതായത് ജ്യോതിഷിയും ഈ പ്രശ്നം കേൾക്കാൻ വരുന്നവരും ഒന്നുപോലെ തന്നെ അവരവരുടെ പ്രശ്ന പരിഹാരത്തിന് ബാധ്യസ്ഥരാണ്. ജ്യോതിഷിയുടെ തലയിൽ മാത്രം കൊണ്ടിട്ടിട്ട് ജ്യോതിഷി മാറ്റിത്തരും എന്നുള്ള ഒരു ധാരണ വേണ്ട. അവരവരുടെ എനർജി കൂടി, അവരവരുടെ മനസ്സിന്റെ ഒരു ശക്തി കൂടി ഈ ഒരു കാര്യങ്ങളിലെല്ലാം, ഈ പരിഹാര ക്രിയകളിൽ ഉൾപ്പെടെ പോകുന്ന വ്യക്തികൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പരിഹാര ക്രിയയുടെ ഫലം. അവിടെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം മേഡത്തിന് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു പൂജ പഠിച്ച് ഇറങ്ങിയ അയാളും പൂജാരി തന്നെയാണ്. ഒരു 25 വർഷം പരിചയമുള്ള അയാളും പൂജാരി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ രണ്ടിനും മന്ത്രോച്ചാരണം കൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് അതിന്റെ അവിടെ പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ഫലസിദ്ധി നമുക്ക് ഉണ്ടാകാത്തതിന്റെ കാരണം. അപ്പൊ അതാണ് അവിടുത്തെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഈ പറയുമ്പോ ഇത് കേൾക്കുമ്പോൾ പൂജാരിമാരൊക്കെ കൂടെ എനിക്കെതിരെ വഴക്കുണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരെ തള്ളിപ്പറയുന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ജ്യോത്സ്യന്മാരും പൂജാരിമാരും ഒക്കെ ഹിന്ദു സമൂഹത്തിലുള്ളവർ തന്നെയാണ്, നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇന്ന് വിലയില്ല എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പണത്തിന് വേണ്ടിയുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ജ്യോതിശാസ്ത്രവും പൂജയൊക്കെ രഹസ്യശാസ്ത്രങ്ങളായിരുന്നു. അന്ന് വേണ്ട രീതിയിൽ പഠിപ്പിക്കുകയും നല്ല രീതിയിലുണ്ടായി. പക്ഷെ ഇന്ന് ഒരുപാട് അത് ഔട്ടായി, ആർക്കും എന്ത് ചെയ്യാവുന്ന രീതിയിലോട്ട് പോയി. അപ്പൊ ഈ പറയും പോലെ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അതായത് ഇത് പറയാൻ കാരണം, ഈ ഇടയ്ക്ക് എന്റെ അടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നു. അയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജാരിയാണ്, ഏകദേശം ഒരു 6 മാസത്തോളമായി. കക്ഷി ഇപ്പൊ എന്നോട് മിണ്ടാറില്ല. കാരണം ഒന്നും വേറെ ഒന്നുമല്ല, താമ്പൂല പ്രശ്നം പറയുക 12 ഭാവവും, മനുഷ്യന്റെ പ്രശ്നം പറയുന്ന 12 ഭാവവും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മണ്ണ് കിളച്ച് ഒരു ആപ്പിൾ തൈ നട്ട് അതിന് വെള്ളം കോരി ആരും കൊണ്ടുപോകാതെ കാത്തിരുന്ന് പഴുത്തതിന് ശേഷം പഴം കൊടുക്കണമെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചവർക്കൊന്നും ഒരു വിലയില്ലാത്തൊരു സ്ഥിതിയാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂണൂലിന് അത്രയ്ക്കും മഹത്വവും വിലയുമുണ്ട്. അത് ഒരാളുടെ ശരീരത്തിൽ വീഴുമ്പോൾ കൂടി അയാൾ നല്ല ഇതായി മാറുകയാണ്. അപ്പോൾ ജനങ്ങൾ അതിനെയാണ് ഭയക്കുന്നത്, ആ വ്യക്തിയല്ല ബഹുമാനിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളുടെ ഇത്രയും മാത്രം, കാരണം വന്നയാളുടെ ലക്ഷ്യം എന്താണ്? ക്യാഷ് ഉണ്ടാക്കുക എന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്. എല്ലാവരെയും ഞാനത് പറയുന്നില്ല. തീർച്ചയായിട്ടും. ഇത് പറയുമ്പോൾ എനിക്ക് അങ്ങയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മള് ചൂഷണം ചെയ്യുന്ന ഒരുപാട് ജ്യോതിഷികളെയാണ് കാണാറുള്ളത്. പക്ഷെ അങ്ങയുടെ അടുത്തേക്ക് ഞാൻ പലരെയും നിർദ്ദേശിക്കുമ്പോൾ എന്റെ അനുഭവത്തിൽ ഏറ്റവും വളരെ വ്യക്തമായിട്ടും 100% ആത്മാർത്ഥമായിട്ടും പ്രവചനങ്ങൾ നടത്തുകയും ഒരു ഓറിയന്റേഷൻ, ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രബോധനം നൽകുകയും ചെയ്യുന്ന ഒരു ജ്യോതിഷി എന്ന നിലയ്ക്ക് ഞാൻ പലരെയും അങ്ങയുടെ അടുത്തേക്ക് നിർദ്ദേശിക്കുമ്പോൾ അങ്ങ് ഫീസ് വാങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ പോലും പിന്നീട് ഞാൻ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, അവർ അയച്ചോന്ന് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അദ്ദേഹത്തിനോട് ബാങ്ക് അക്കൗണ്ട് ചോദിച്ചിട്ട് ഇതുവരെ നമ്പർ പോലും തരുന്നില്ല, 2-3 പ്രാവശ്യമായി ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ അങ്ങേ വിളിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് പറയാറുള്ളത്, അയ്യോ അവരുടെ പ്രശ്നങ്ങൾ കേട്ടപ്പോ ഞാൻ എങ്ങനെയാ ചോദിക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പലരെയും അങ്ങയുടെ അടുത്തേക്ക് നിർദ്ദേശിക്കാൻ തന്നെ മടി തോന്നാറുണ്ട്. കാരണം അങ്ങയുടെ വിലപ്പെട്ട സമയം കളഞ്ഞിട്ടും ഈ മനുഷ്യൻ എന്താണ് അവരിൽ നിന്ന് ഫീസ് പോലും വാങ്ങിക്കാൻ ഇത്ര ഒരു തയ്യാറെടുക്കാത്തത്, അല്ലെങ്കിൽ ആരും മനസ്സില്ലാത്തത്. അപ്പൊ അന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങക്ക് ഈ ജ്യോതിഷത്തിനോടുള്ള ആത്മസമർപ്പണം. അങ്ങ് അത്രത്തോളം സത്യസന്ധമായിട്ടാണ് ജ്യോതിഷം ഉപാസിക്കുന്നത് എന്നെനിക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങള് ആധികാരികമായിട്ട് ഹിന്ദു സമൂഹത്തിനെ ഉദ്ബോധിപ്പിക്കാൻ അങ്ങയെ കൊണ്ട് സാധിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള സംശയ നിവാരണത്തിന് അങ്ങയെ സമീപിക്കും ഞങ്ങൾ. വീണ്ടും വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ നന്ദി. നമസ്കാരം. വന്ദേ മാതരം.